കേരളത്തെ പോലെ തന്നെ 2026 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ വളരെ എളുപ്പത്തിൽ അവിടെ DMK ജയിച്ചു കയറും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് 1.5-2 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായത്. കാരണം DMK അത്രമാത്രം സുശക്തമായിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു. അത് സംഘടനാ സംവിധാനവും ഒക്കെ പ്രോപ്പറായിരുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ AIDMK തന്നെ ഏതാണ്ട് തകർന്നു പോയ അവസ്ഥയിലായിരുന്നു. അത് പനീർസെൽവവും അതുപോലെ തന്നെ പളനിസ്വാമിയും ഒക്കെ ആയിട്ടുള്ള വിഭജനമൊക്കെ നമുക്കറിയാം. അങ്ങനെ ഏതാണ്ട് പരിപൂർണമായിട്ടും തന്നെ അത് ഇല്ലാതായി എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ വളരെ ചെറിയ ദുർബലമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവരുടെ നിലവാരം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടാതെ പിന്നെ അവിടെയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. BJP ഏതാണ്ട് 10-11% വോട്ടുകളിലേക്ക് എത്തിയെങ്കിൽ പോലും വലിയ ചലഞ്ചൊന്നും വെല്ലുവിളിയൊന്നും DMKക്ക് ഉയർത്താൻ പാകത്തിൽ ഇവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കെല്ലാം പറയുന്നത് പോലെ അവിടുത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നടനായിട്ടുള്ള വിജയ്, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരും എന്ന് പറഞ്ഞു കേട്ടിരുന്നതാണ്. പക്ഷെ പൊടുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന, അതിൻ്റെ പേര് TVK എന്നാണ്. ആ TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇത്തവണ വലിയ അത്ഭുതങ്ങൾ കാണിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിൽ കൂടി ഇലക്ഷൻ നടക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഏതാണ്ട് ഒരാഴ്ചയോളം തമിഴ്നാട്ടിൽ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും അതിനെക്കുറിച്ചൊരു എൻ്റേതായ പരിമിതമായിട്ടുള്ളൊരു പഠനം നടത്തുകയും ചെയ്ത ഒരാളാണ്. അങ്ങനെ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തമിഴ്നാട്ടിൽ വിജയ് ഒരു ഓളമുണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. ഒരു 18 മുതൽ 23% വരെ വോട്ടുകൾ അദ്ദേഹത്തിന് സ്വന്തമായി പിടിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ചില സ്ട്രാറ്റജിക് അലയൻസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് അവിടെ വലിയൊരു ഫൈറ്റ് കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, BJPയുമായിട്ട് അദ്ദേഹം കൂട്ടുചേർന്നാൽ അതത്ര ഫലവത്താകും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം നിൽക്കുന്ന സമയത്ത് വിജയ് വലിയ സെറ്റ് ബാക്കുകളെ നേരിടേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സെറ്റ് ബാക്കുകളെ നേരിടേണ്ടി വന്നതിൽ ഒന്ന് നമുക്കറിയാം, 40-ലധികം പേർ മരിച്ചിട്ടുള്ള കരൂർ ദുരന്തം. ഞാൻ അവിടെ അടക്കം പോയതാണ്. ആ കരൂർ ദുരന്തത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു കരൂർ ദുരന്തത്തെയൊക്കെ അതിജീവിക്കാൻ വിജയ്ക്ക് കഴിയും എന്ന് പറഞ്ഞിരുന്നു. കാരണം അത് പലപ്പോഴും ഗുണമായി വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് രാഷ്ട്രീയം നോക്കുമ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. കാരണം വിജയ് ആദ്യമൊന്ന് പതറിപ്പോയെങ്കിലും 40-ലധികം പേർ മരിച്ചു പോയെങ്കിലും ഗവൺമെൻറ് ഓരോരുത്തർക്ക് 10 ലക്ഷം രൂപയാണ് കൊടുത്തതെങ്കിൽ വിജയ് കൊണ്ടുപോയിട്ട് 20 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ അവരുടെ അണികൾക്കൊന്നും വലിയ പ്രശ്നമായി തോന്നിയില്ല. കൂടാതെ വിജയനോട് കൂടുതൽ ആളുകൾ വീണ്ടും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ തിരിച്ചടിയിൽ നിന്നൊക്കെ വിജയ് അതിജീവിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജനനായകൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ ജനനായകൻ റിലീസ് ചെയ്യപ്പെട്ടില്ല. അതിപ്പോഴും പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. പൊങ്കലിന് അത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ പൊളിറ്റിക്കലി വലിയ അഡ്വാൻറ്റേജ് വിജയിക്കുണ്ടായേനെ. കാരണം അത് രാഷ്ട്രീയ പ്രൊപ്പഗാൻഡ കൂടി ഉൾപ്പെടുന്ന ഒരു സിനിമകളായിരുന്നു. അതിപ്പോൾ മേഴ്സൽ മുതൽ നിരവധി സിനിമകളിൽ അദ്ദേഹം അത്തരത്തിൽ വളരെ കൃത്യമായ അദ്ദേഹത്തിൻ്റെ ഐഡിയകളും ഡയലോഗുകളും ഒക്കെ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ എന്നുള്ളതിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ച് നിൽക്കുകയും അദ്ദേഹം CBI അന്വേഷണം ആവശ്യപ്പെടുകയും CBIയുടെ ഡൽഹിയിൽ വിളിച്ച് അവർ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത പ്രത്യേക സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് വലിയൊരു ആരോപണവും ഒരു വലിയ സെറ്റ് ബാക്ക് കൂടി വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സംഗീത സ്വർണ്ണലിംഗം അവർ ചെങ്കൽപ്പേട്ട് കോടതിയിൽ വിവാഹമോചന ഹർജി കൊടുത്തേക്കാണ്. ആ വിവാഹമോചന ഹർജിയിൽ അവർ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി പറയുന്നത് വിജയ്ക്ക് മറ്റൊരു നടിയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതും ആ ബന്ധത്തിൻ്റെ പുറത്താണ് ഇത് വിവാഹമോചനം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അവർ അകന്ന് താമസിക്കുകയാണ്. ഏപ്രിൽ 2021 തന്നെ ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തോട് അത് ചോദിച്ചപ്പോൾ ഞാനിത് എൻഡ് ചെയ്യാം, ഇത് അവസാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അങ്ങനെ അവസാനിപ്പിക്കാതെ തുടർന്നു എന്നും അത് വലിയ ക്രുവൽറ്റിയാണ് എന്നുമാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ അവരും മക്കളുമൊക്കെ തന്നെ വലിയ അപമാനഭാരത്താൽ ജീവിക്കുകയാണെന്നും വലിയ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് വിവാഹ ഹർജി 11-12 പോയിന്റുകളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നടി ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവരേറ്റവും ഒടുവിൽ പറയുന്നത് കൂടുതൽ അവരെ പ്രകോപിപ്പിച്ചാൽ അവർ നടി ആരാണെന്നുള്ളത് കൂടി തുറന്ന് പറയും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. നടി ആരാണെന്ന് ഇപ്പോൾ അവർ തുറന്ന് പറഞ്ഞില്ലെങ്കിലും ഏതാണ്ട് തമിഴ്നാട്ടിലെ ആളുകളൊക്കെ ഒരുപക്ഷെ ഊഹിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ 2026 ഫെബ്രുവരി 15 അവിടുത്തെ BJPയുടെ പ്രസിഡൻ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നയിനാർ നാഗേന്ദ്രൻ എന്ന് പറയുന്നൊരു പുങ്കവനാണ് BJPയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന അണ്ണാമലൈ പല അഭ്യാസങ്ങളൊക്കെ കാണിച്ചു നോക്കിയതാണ്. പക്ഷേ BJPക്ക് ആകെ 11% വോട്ടേ കിട്ടിയുള്ളൂ. നിയമസഭയിലേക്ക് ഒരു അംഗത്തെ പോലും ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. കോയമ്പത്തൂരൊക്കെ ഒന്ന് മത്സരിച്ചിട്ടും 8 നിലയിൽ പൊട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചെങ്കിൽ പോലും
അവർക്കൊരു നിയമസഭയിലേക്ക് ഒരാളെ പോലും എത്തിക്കാൻ കഴിഞ്ഞില്ല. അതിന് മാത്രമല്ല, അണ്ണാമലയുടെയൊക്കെ രാഷ്ട്രീയം തന്നെ മറ്റൊരു രീതിയിലായിരുന്നു. അവർ സ്വയം ചാട്ടവാറടിക്കുകയും അങ്ങനെയുള്ള ചില പ്രകടനങ്ങളും പിന്നെ വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ജനങ്ങൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും അത് എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ വിജയ് ഒരു പ്രസ്താവന ഇറക്കി. വിജയ് പറഞ്ഞത് തമിഴ്നാട്ടിൽ BJPയുടെ വണ്ടി കൊള്ളാം, പക്ഷെ പഴയ എഞ്ചിനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പഴയ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അണ്ണാമലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് പഴയ എഞ്ചിനെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് എഞ്ചിനേ ഇല്ലാത്ത വണ്ടിയാണ് TVK എന്ന് പറഞ്ഞിരുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചുള്ള ഒരു ആരോപണം മാത്രമല്ല, അതിൽ ചില വസ്തുതകളുണ്ട്. കാരണം സംഘടനാ സംവിധാനം ബിൽഡ് ചെയ്യാനായിട്ട് വിജയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതാണ് അവിടുത്തെ പരിമിതി. അല്ലെങ്കിൽ വിജയ് ഒരുപക്ഷെ ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1.5 കൊല്ലങ്ങൾ കൊണ്ട് പോലും അത്തരത്തിലുള്ളൊരു സംവിധാനം കൃത്യമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രശ്നമാണ് കരൂർ അപകടത്തിൽ പോലും കണ്ടത്. ഇപ്പോഴും ഒരു ഫാൻസ് അസോസിയേഷനാണ്, വെറും ഒരു ആൾക്കൂട്ടം മാത്രമാണ്. രസികർ മണ്ഡലങ്ങളൊക്കെ തന്നെ മറ്റേ ആൾക്കൂട്ടങ്ങളായി വീണ്ടും അതേപോലെ തന്നെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ BJPയുടെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ്, അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു പ്രാധാന്യവും കിട്ടില്ലല്ലോ. അതുകൊണ്ട് നയനാർ നാഗേന്ദ്രൻ ഒരടി കൂടി അടിച്ചു. അത് വിജയ് ഒരു നല്ല പൊളിറ്റീഷ്യൻ അല്ല എന്നാണ് പറഞ്ഞത്. വിജയ് ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല എന്നാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ വെച്ച് നിർത്തിയാൽ മതിയായിരുന്നു. ആരെങ്കിലും പുള്ളിയുടെ ചുണ്ടിന് ക്ലിപ്പിട്ടാൽ മതിയായിരുന്നു. പക്ഷെ പുള്ളി അത് നിർത്തിയില്ല. പുള്ളി പറയുന്നത് വിജയ് ഒരു നല്ല പൊളിറ്റീഷ്യൻ ആകണമെങ്കിൽ തൃഷയുടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കണം എന്നാണ് പറഞ്ഞത്. അതായത് നടി തൃഷയുടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കണമെന്നാണ്. പിന്നെ നടി തൃഷയുടെ അഡ്വക്കേറ്റ് ഒരു നോട്ടീസൊക്കെ തന്നെ പരസ്യപ്പെടുത്തിയിരുന്നു. അത് കണ്ടപ്പോഴേക്കും ഈ നയനാർ നാഗേന്ദ്രന് തലക്ക് വെളിവുണ്ടാവുകയും അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയുകയൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പക്ഷേ കുറേ നാളുകളായി തുടങ്ങിയിട്ട്. കാരണം വിമാനത്തിലിരിക്കുന്ന ഒരു ഫോട്ടോ ഈ തൃഷ എടുത്ത് സ്വന്തം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് 2 ഷൂ മാത്രം കാണാമായിരുന്നു. അപ്പോൾ സാധാരണ ഇപ്പോൾ അത്തരത്തിലൊരു ഫോട്ടോ കണ്ടാൽ ഷൂ ആരുടേതാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവിടെ ഈ വിജയുടെയും അതുപോലെ അജിത്തിൻ്റെയും ഒക്കെ തന്നെ ആരാധക വൃന്ദങ്ങൾ തമ്മിൽ വലിയ ഫൈറ്റിലാണ്. കാരണം ഇവർ ബേസിക്കലി മണ്ടന്മാരായിരിക്കുമല്ലോ, ഇവർക്ക് തമ്മിൽ വലിയ ഫൈറ്റിലാണ്. ഇവിടെയുമൊക്കെ ഈ മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന കുറേ വിവരം കിട്ട ആളുകളൊക്കെ നമുക്ക് കാണാമല്ലോ. കാരണം അവർക്കൊന്നും തമ്മിൽ വലിയ ഫൈറ്റ് ഉണ്ടാവില്ല, പക്ഷേ ഇവർ തമ്മിൽ വലിയ ഫൈറ്റ് ആയിരിക്കും. കാരണം ബേസിക്കലി ഇവർക്ക് ബുദ്ധിയില്ലാത്ത ആളുകളായിരിക്കും. അതുകൊണ്ടാണ് ഇവർ ആരുടെയെങ്കിലും ആരാധകരൊക്കെ ആയി തന്നെ മാറുന്നത്. അപ്പോൾ അങ്ങനെ ആരാധകനായി മാറിക്കൊണ്ട് ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷൂ ആരുടേതാണെന്ന് വിജയുടെ പഴയ ഫോട്ടോകളൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിൽ വിജയ് ഇതേ ഷൂ തന്നെ ഇട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വേറെ ആരുടെയും കാലല്ല, വിജയുടെ തന്നെ കാലാണ് എന്നൊക്കെ അവർ കണ്ടെത്തി. അപ്പോൾ അത്തരത്തിലുള്ള ഫാൻസുകൾ തമ്മിലുള്ള ചില പോരാട്ടങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല, നിരവധി മാഗസിൻസിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഗോസിപ്പുകളൊക്കെ വരുന്നുണ്ട്. കാരണം ഗില്ലി സിനിമയ്ക്ക് ശേഷം തൃഷയുമായിട്ടൊക്കെ അഭിനയിച്ചിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, മറ്റ് നടികളൊക്കെ വിജയ് സാർ എന്നാണ് വിളിക്കുന്നതെങ്കിൽ തൃഷ മാത്രം വിളിക്കുന്നത് വിജയ് എന്നാണ്. അപ്പോൾ അവർ തമ്മിൽ അത്ര നല്ല സൗഹൃദം ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രാഷ്ട്രീയത്തിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് മാത്രമാണ്. പിന്നെ തൃഷയുടെ കാര്യത്തിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ആളുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സാധാരണ തൃഷ ആരുടെയും ബർത്ത്ഡേ ഒന്നും വിഷ് ചെയ്യാറില്ല. പക്ഷേ ഈ വിജയുടെ ബർത്ത്ഡേ 2024 വിഷ് ചെയ്തിരുന്നു. വിഷ് ചെയ്തപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്യുക മാത്രമല്ല, ആ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതിനോടൊപ്പം ഒരു സോങ് കൂടി, ഒരു കവിത കൂടി അതിനോടൊപ്പം ചേർന്നു. ബെല്ലി എലീഷൻ്റെ ഒരു സോങ്ങാണ്. ബെല്ലി എലീഷിൻ്റെ അത് ബേർഡ്സ് ഓഫ് ഫെദർ എന്ന് പറയുന്ന സോങ്ങാണ്. അതിൽ പറയുന്ന ആദ്യത്തെ വരികൾ ഇതാണ്: ഐ വാണ്ട് യു ടു സ്റ്റേ ടിൽ ഐ ആം ഇൻ ദ ഗ്രേവ് എന്നാണ്. ഞാൻ കുഴിമാടത്തിലേക്ക് പോകുന്നത് വരെ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നൊരു കവിതയാണ്. അപ്പോൾ അതിൽ മുഴുവൻ വാചകങ്ങളൊന്നും ഞാനിവിടെ വായിക്കുന്നില്ല, ചെറിയ 1-2 വരികൾ കൂടി വായിക്കാം. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഐ എം ക്രൈങ് ഫോർ. എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ കുഡ് ലവ് യു മോർ. ഞാൻ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇറ്റ് മൈ നോട്ട് ബി ലോങ് ബട്ട് ബേബി ഐ ലവ് യു ടിൽ ദ ഡേ ദാറ്റ് ഐ ഡൈ എന്നാണ്. ഞാൻ മരിക്കുന്നത് വരെ നിങ്ങളെ സ്നേഹിക്കുമെന്നാണ്. ടിൽ ദ ഡേ ദാറ്റ് ഐ ഡൈ ടിൽ ദ ലൈറ്റ് ലീവ്സ് മൈ ഐസ്. എൻ്റെ കണ്ണുകളിൽ നിന്ന് പ്രകാശം പോകുന്നത് വരെ ടിൽ ദ ഡേ ദാറ്റ് ഐ ഡൈ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുമെന്ന് പറയുന്ന വാചകങ്ങളാണ്. ഐ വാണ്ട് യു ടു സീ ഹൗ യു ലുക്ക് ടു മീ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വരികളാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാവുന്ന വരികളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. കൂടാതെ 2 ഫോട്ടോകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനേക്കാൾ മോശപ്പെട്ട പല വിമർശനങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ TVK എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് തൃഷ, വിജയ്, അതുപോലെ കീർത്തി സുരേഷ് ആണെന്ന് പറയുന്ന പല കമൻറ്റുകളൊക്കെ തന്നെ നമുക്ക് അതിനകത്ത് കാണാം. കീർത്തി
സുരേഷിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഗോവയിൽ ചെന്നപ്പോൾ അവിടെ ഇവർ പ്രൈവറ്റ് ജെറ്റിലാണ് ചെന്നത്. ജെറ്റിൽ 6 പേരാണ് ഉണ്ടായിരുന്നത്. ആ 6 പേരിൽ ഒന്നാമത്തേത് ജോസഫ് വിജയും രണ്ടാമത്തേത് തൃഷയുമാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്ന വലിയ രീതിയിലുള്ള ഈ പപ്പരാസി സംസ്കാരം പേർന്ന വാർത്തകളൊക്കെയാണ്. അതിലൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതിലൊന്നും വലിയ തെറ്റുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അതൊക്കെ സംഭവിച്ചാലൊന്നും പ്രശ്നമില്ല. നമ്മുടെ ഏറ്റവും യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്ത് ചലനമുണ്ടാക്കും എന്നുള്ളത് മാത്രമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചലനമുണ്ടാക്കാൻ പോകുന്നത് ഇത് വിജയ്ക്ക് ഗുണകരമായി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിജയ് മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എം ജി ആറിൻ്റെയും ജയലളിതയുടെയൊക്കെ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. എം ജി ആറിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ജാനകി ആയിരുന്നു ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ എം ജി ആറിൻ്റെ ഈ പറയുന്ന മരണത്തോടൊപ്പം നടന്നിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ജയലളിത ഓടിച്ചെല്ലുകയും അവർ വണ്ടിയിൽ കയറാൻ വേണ്ടി ശ്രമിക്കുകയും അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വണ്ടിയിൽ നിന്ന് താഴേക്ക് ഇറക്കി വിടുകയും യഥാർത്ഥത്തിൽ ലിറ്ററലി അവരെ തള്ളി വണ്ടിയിൽ നിന്ന് ഇറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗം നമുക്ക് ഓർമ്മയുണ്ടാവും. പിറ്റേ ദിവസത്തെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായിട്ട് വന്നു. അപ്പോൾ ജയലളിത യഥാർത്ഥത്തിൽ എം ജി ആറിൻ്റെ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു കൂട്ടുകാരി എന്ന് മാത്രം പറയാൻ കഴിയുന്ന ഒരാളായിരുന്നു, അത് നമുക്കറിയാം. അപ്പോൾ പക്ഷേ അതിനുശേഷം ജാനകി എന്ന് പറയുന്ന ഭാര്യ ഈ പാർട്ടിയുടെ പല നേതൃത്വങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ തന്നെ നേതാവായി മാറുകയൊക്കെ ചെയ്തിട്ടും അവർക്കൊന്നും രാഷ്ട്രീയത്തിൽ പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരു മീറ്റിയോറിക് റൈസാണ് യഥാർത്ഥത്തിൽ ജയലളിതയുടെ കാര്യത്തിലുണ്ടായത്. ജയലളിതയാണ് ആളുകൾ അംഗീകരിച്ചത്. പിന്നീട് അവർ അധികാരം കിട്ടിയിട്ട് മാത്രമാണ് നിയമസഭയിലേക്ക് വരും എന്ന് പറഞ്ഞു. മുടി കെട്ടണമെങ്കിൽ ഞാൻ അധികാരത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞു. ഈ ശബ്ദങ്ങളൊക്കെ നിറവേറ്റുകയും തമിഴ്നാട്ടിൽ വളരെ അധികാരത്തോടുകൂടി വിരാജിച്ചു കൊണ്ടിരുന്ന ആയിരക്കണക്കിന് ചെരുപ്പുകൾ, 10,000കണക്കിന് സാരികളൊക്കെ ഉണ്ടായിരുന്ന ഒരാളായി നമുക്കറിയാം. അതിനേക്കാൾ വലിയ അധികാരമുണ്ടായിരുന്ന ഒരാളായി ജയലളിത മാറിയതൊക്കെ നമ്മൾ കണ്ടു. ജയലളിത അടുപ്പത്തോട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ സമ്പന്നരായി മാറുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാർ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവർ അംഗീകരിക്കുന്ന ആളുകളാണ്. തൃഷയുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജയലളിതയെക്കാളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തൃഷ എന്ന് പറയുന്നത്. തൃഷയ്ക്കും വലിയ ആരാധകരുണ്ട്, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ തൃഷയും വിജയും കൂടി ഒന്നിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് കൂടി കിട്ടാനായിരിക്കും ഇത് യഥാർത്ഥത്തിൽ വിജയക്ക് ഗുണകരമാവുക എന്നുള്ളത്. അടുത്ത സപ്പോർട്ട് കിട്ടാനായിരിക്കും ഇത് കാരണമാവുക എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് TV-ക്ക് വലിയ തിരിച്ചടികളല്ല. നേരത്തെ പറഞ്ഞ കരൂർ ദുരന്തമടക്കം അല്ലെങ്കിൽ ജനനായകൻ റിലീസാകാത്തതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിജയനെ സംബന്ധിച്ചോളം ഗുണകരമാകും. ഇനിയിപ്പോൾ ജനനായകൻ എന്ന് റിലീസ് ചെയ്യുമെന്നറിയില്ല. തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1 മാസം മുമ്പൊക്കെയാണ് അത് റിലീസ് ചെയ്യുന്നതെങ്കിൽ അതുകൂടി വിജയ്ക്ക് വലിയ നേട്ടമായി തീരുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണാനിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. രാഷ്ട്രീയം പലപ്പോഴും അങ്ങനെയാണ്. കാരണം 2+2 എന്ന് പറയുന്നത് 4 ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും അത് എങ്ങനെ വേണമെങ്കിലും തിരിച്ചു വരാം. അതിനെങ്ങനെ നേരിടും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. എങ്ങനെയാണ് ഒരു ഡാമേജ് കൺട്രോൾ എഫക്റ്റീവ്ലി നടത്തുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, ഞാനൊരു തമിഴ്നാട്ടിൽ ഞാൻ നിരവധി തവണ യാത്ര ചെയ്ത് അവിടുത്തെ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള കാര്യങ്ങൾ പഠിച്ചൊരാളാണ്. വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു 20-23% നിന്ന് തമിഴ്നാട്ടിലെ പ്രത്യേക രീതികൾ വെച്ച് ഒരു ആൻറ്റി ഇൻകുംബൻസിയുടെ വോട്ടുകൾ കൂടി ചേർത്താൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള സാധ്യതകളുണ്ട് TV-ക്ക്.